ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് മാർച്ച് 3-ാം തീയതിയാണ്, ഞായറാഴ്ച. മലയാള മാസം കുംഭം 19. വാർത്തകളിലേക്ക് വിശദമായി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിടിയിലായ പ്രതികളെ ഇന്ന് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്നലെയാണ് പ്രതിപ്പട്ടികയിലെ എല്ലാവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. 18 പേരാണ് കേസിലെ പ്രതികൾ. ഇവരെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് നീക്കം. സിദ്ധാർത്ഥന് 4 വെച്ച് മർദ്ദനമേറ്റതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. സഹപാഠിയോട് അപമര്യാദയെ പെരുമാറിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു മർദ്ദനമെന്നാണ് പിടിയിലായ പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പ്രധാന പ്രതികൾക്കായി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതേസമയം കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായെന്നാരോപിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് കുടുംബം. മുഴുവൻ പ്രതികളും പിടിയിലായെങ്കിലും നിലവിൽ ചുമത്തിയിരിക്കുന്നത് ദുർബല വകുപ്പുകളാണെന്നാണ് പരാതി. മകന്റെ മരണത്തിൽ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് കുടുംബം പറയുമ്പോഴും പ്രതികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. റാഗിങ്ങിനെതിരായ ദുർബല വകുപ്പുകൾ ചുമത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കരുത്. 2-3 വർഷം മാത്രം ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമെന്നതാണ് മാതാപിതാക്കളുടെ ആവശ്യം. നിലവിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നില്ലെങ്കിലും മറ്റു കാര്യങ്ങൾ കൂടി അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാനാണ് കുടുംബത്തിന്റെ ആലോചന. കൃത്യമായ എവിഡൻസ്, ഇവർക്ക് പ്രൂഫില്ലെന്നല്ലേ അവർ പറയുന്നത്. എൻ്റെ കയ്യിലുണ്ട് പ്രൂഫ്. ആ പ്രൂഫ് ഞാൻ നേരിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. അത് വച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകും. ഈ ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 3 പേര്, അസോസിയേറ്റ് പ്രൊഫസർ, ഗൈനക്കോളജിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസറുണ്ട്, PG സ്റ്റുഡൻ്റ് ഉണ്ട്, ബയോമൈക്രോളജി സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ വേറൊരു പ്രൊഫസറുണ്ട്. മരണത്തിന് ശേഷം ഉയർന്നുവന്ന പരാതിയിലും അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതുവരെ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പറയുന്നു. 24 തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച് BJP നേതാവ് സുരേഷ് ഗോപി. രാവിലെ 6 മണിയോടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശുമായി സംസാരിച്ചു. കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയിൽ വാഹനാപകടം. ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു. മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. സമീർ C. മുഹമ്മദ് നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. സമീർ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അതിദാരുണമായ അപകടമാണ്. 2 പേരുടെ മരണമാണ് സംഭവിച്ചത്. വിവരങ്ങൾ. പ്രജിൻ, തീർച്ചയായും ദാരുണമായ സംഭവമാണ്. കോഴിക്കോട് കൊടുവള്ളി സൗത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 4:45 അപകടം. ബൈക്ക് യാത്രക്കാരായ 2 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും തുടർന്ന് കത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. ഈ വാഹനം കത്തിയതോടൊപ്പം തന്നെ ആ 2 പേരും പൂർണ്ണമായും കത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. 2 പേരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഈ സംഭവം കേട്ടുകൊണ്ട് അതിൻ്റെ അവിടുന്ന് പൊട്ടിത്തെറിക്കുന്നൊക്കെയുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുകയും അതേ തുടർന്ന് നാട്ടുകാർ അവിടേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഇരുവരുടെയും മരണം സംഭവിച്ചിരുന്നു. വാഹനം ഹോട്ട ഗ്ലാമർ ബൈക്കാണ് കത്തിയിരിക്കുന്നത്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നും ഇതിൻ്റെ ഉടമ ഉൾപ്പെടെ ആരാണ് എന്നതുൾപ്പെടെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസ് പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരുവരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രജിൻ. സമീർ C. മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. CCTV ദൃശ്യങ്ങളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. ബംഗളൂരു, ധർവാഡ്, ഹുബ്ബള്ളി സ്വദേശികളാണ് കസ്റ്റഡിയിലായത്. എന്നാൽ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B. ദയാനന്ദ അറിയിച്ചു. ടൈമർ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത് എന്നും ആസൂത്രിത നീക്കമാണ് നടന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും ബാറ്ററി, ടൈമർ തുടങ്ങിയ അവശിഷ്ടങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിലെ 8 സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. NIAയും NSGയും സ്ഫോടനത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി നേതാക്കൾ. നാളെയോ മറ്റന്നാളോ നേതാക്കൾ ഡൽഹിയിലെത്തി ചർച്ച നടത്തും. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കും. ആലപ്പുഴയിൽ KC വേണുഗോപാലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമാണ് സാധ്യത. കണ്ണൂരിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ മത്സരിച്ചേക്കും. ബാക്കിയുള്ള 13 മണ്ഡലങ്ങളിലും ചുവരെഴുത്ത് ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. പ്രചാരണത്തിൽ വികസന രേഖയുമായി കോട്ടയത്തെ സിറ്റിംഗ് MP-യും LDF സ്ഥാനാർത്ഥിയുമായ തോമസ് ചാഴികാടൻ. കഴിഞ്ഞ 5 വർഷം താൻ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ MP അവതരിപ്പിക്കുന്നത്. 4200 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് വികസന രേഖയിൽ പറയുന്നു. 100% MP ഫണ്ട് ചെലവഴിച്ചതടക്കമുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് തോമസ് ചാഴികാടൻ പ്രചാരണം ആരംഭിച്ചത്. UDF ഇതിൽ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് വികസന രേഖയുമായി മറുപടി. പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേയുടെ വികസന കാര്യത്തിൽ ഏതാണ്ട് 946 കോടി രൂപയുടെ വികസനം, പാതയറ്റപ്പുകളുടെ കാര്യമായിരുന്നാലും സ്റ്റേഷനുകളുടെ നവീകരണമായിരുന്നാലും വിവിധ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മന്ത്രി VN വാസവനാണ് വികസന രേഖ പുറത്തിറക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണി MP-യും ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, ഈ 5 വർഷക്കാലം നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ ഇന്ത്യയിൽ ഒരു MP-ക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നത് ശ്രീ തോമസ് ചാഴികാടനാണ്. ഇന്ന് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചു. മൊത്തം 282 പദ്ധതികൾ പൂർത്തീകരിച്ചെന്നാണ് തോമസ് ചാഴികാടന്റെ വികസന രേഖയിലുള്ളത്. റെയിൽവേ വികസനം മുതൽ സ്ട്രീറ്റ് ലൈറ്റ് വരെയുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. 24 കോട്ടയം. കരുത്തരെയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്ന് BJP അവകാശപ്പെടുമ്പോഴും പല സ്ഥാനാർത്ഥികളെയും മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് പ്രാദേശിക ഘടകങ്ങൾ. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ തക്ക കരുത്തനാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന സംശയം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അനിൽ K ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന PC ജോർജിന്റെ നിലപാടും BJPക്ക് തലവേദനയാകും. നിർമ്മല സീതാരാമനെ പ്രതീക്ഷിച്ച തിരുവനന്തപുരത്തെ BJPക്ക് കിട്ടിയത് രാജീവ് ചന്ദ്രശേഖറിനെ. തലസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് ശശി തരൂരിനെ പിടിച്ചുകെട്ടാനാകുമോ എന്ന സംശയം BJP അണികൾക്ക് തന്നെയുണ്ട്. കാലാകാലങ്ങളായി ശശി തരൂരിന് ലഭിച്ചുകൊണ്ടിരുന്ന ഇടത് വോട്ടുകൾ ഇത്തവണ പന്ന്യൻ രവീന്ദ്രന്റെ പെട്ടിയിൽ വീഴുമെന്ന ആശ്വാസം ഇടതുമുന്നണിക്കുമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിച്ചാൽ അനന്തപുരിക്ക് കേന്ദ്രമന്ത്രിയെ കിട്ടുമെന്നാണ് നേതൃത്വം ജനങ്ങളോട് പറയുന്നത്. പ്രചാരണവും ആ വിധത്തിൽ ഹൈടെക് ആകും. തിരുവനന്തപുരത്തിന് പുറമെ ക്യാബിനറ്റ് പദവി വാഗ്ദാനം ചെയ്യപ്പെടുന്ന 2 മണ്ഡലങ്ങൾ ആറ്റിങ്ങലും തൃശൂരുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സംഘടനാ സംവിധാനം ആറ്റിങ്ങലിൽ കൂടുതൽ കേന്ദ്രീകരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. 2 തവണ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന V മുരളീധരനാണ് കളത്തിൽ. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് V മുരളീധരൻ ലഭിക്കാം. പത്തനംതിട്ടയിൽ അനിൽ K ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിലെ നീരസം PC ജോർജ് പറയാതെ പറഞ്ഞത് നേതൃത്വത്തിന് തലവേദനയാകും. ഒപ്പം BDJS-ന്റെയും SNDP-യുടെയും എതിർപ്പ് വിളിച്ചുവരുത്തുന്നതിന് തുല്യമായാണ് PC ജോർജിന്റെ പരസ്യപ്രതികരണത്തെ പാർട്ടി കാണുന്നത്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. വെള്ളാപ്പള്ളി CPM, പിണറായിയുടെ ആള്, മകൻ BJP, ഒരു വീട്ടിൽ കിടപ്പും. ഇത് മോശമാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി ഈ BJP-ക്ക് ചെയ്യാവുന്ന ഭാരം മുഴുവൻ ചെയ്യുക. കോഴിക്കോടോ വയനാടോ മത്സരിക്കും എന്ന് പ്രതീക്ഷിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് മാറ്റിയതും അപ്രതീക്ഷിത നീക്കമായി. അനിൽ K ആന്റണിയെ കൂടാതെ കാസർകോട്ടെ ML അശ്വിനി, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, വടകരയിൽ CR പ്രഫുൽകൃഷ്ണൻ, മലപ്പുറത്ത് മുൻ കാലിക്കറ്റ് VC-യും മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ M അബ്ദുൾ സലാം എന്നിവരുടെ കന്നി അംഗമാണിത്. അവരെയും മണ്ഡലത്തിന് വിശദമായി പരിചയപ്പെടുത്തേണ്ടിവരും. 24 തിരുവനന്തപുരം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭായോഗം ഇന്ന്. സഹമന്ത്രിമാരടക്കം മുഴുവൻ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. BJP-യുടെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്.
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിർണായക തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകും. ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 34 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അട്ടപ്പാടിയിലെ വിദൂര പ്രാക്തന ഗോത്ര ഊരുകളായ മേലത്തുടുക്കിയും താഴെത്തുടുക്കിയും ഗലസിയും ഇനി സമ്പൂർണ്ണ വോട്ടർ ഊരുകൾ. ഊരുകളിലെ 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേരുടെയും വോട്ടർ രജിസ്ട്രേഷൻ പൂർത്തിയായി. അഗളി IHRD കോളേജിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു രജിസ്ട്രേഷൻ. ഓരോ ഊരുകളിലേക്കും കിലോമീറ്ററുകൾ കാൽനടയായി നടന്നു ചെന്ന വിദ്യാർത്ഥികൾ 18 വയസ്സ് കഴിഞ്ഞവരെ കണ്ടെത്തി രജിസ്ട്രേഷൻ നടത്തി. പഴയ കാർഡ് പുതുക്കി നൽകൽ, തെറ്റുതിരുത്തൽ എന്നിവയും വിദ്യാർത്ഥികൾ തന്നെ ചെയ്തു നൽകി. ഊരുനിവാസികളുടെ മാതൃഭാഷയായ കുറുമ്പ ഭാഷയിൽ ചുനാവ് പാഠശാലയും ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേഖലയിൽ നിന്ന് 100% പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നമ്മൾ വോട്ടർ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ താഴെ തുടുക്കി മേലെ തുടുക്കി വന്ന് വോട്ടർ രജിസ്ട്രേഷനും പുതുക്കലൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ഉള്ളത് ഗലസി ഊരിലാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടി. അതായത് കുത്തനെയുള്ള കയറ്റങ്ങൾ, പിന്നെ കുത്തനെയുള്ള ഇറക്കങ്ങൾ, അങ്ങനെ അത്രയും ദുരിതമായിട്ടുള്ള വഴികളിലൂടെ വന്നാലും ഞങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ എത്തി ഇവർക്ക് ഇത്രയും സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. നേരത്തെ മേലെ മൂലക്കൊമ്പ്, ഇടവാണി, മേലെ ഭൂതയാർ എന്നീ പ്രാക്തന ഗോത്ര ഊരുകളെ സമ്പൂർണ്ണ വോട്ടർ ഊരാക്കി മാറ്റിയിരുന്നു. അട്ടപ്പാടിയിലെ വിവിധ പിന്നോക്ക മേഖലകളിലായി 500ഓളം പേർക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇതുവരെ വോട്ടർ രജിസ്ട്രേഷൻ ചെയ്തു നൽകിയിട്ടുമുണ്ട്. 24 പാലക്കാട്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥലത്തെ പാറ ഖനനത്തെ ചൊല്ലി പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തുമ്പമൺ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അർജുൻ ദാസും സഹോദരൻ അരുൺ ദാസും കുടുംബവും താമസിക്കുന്ന മലയാലപ്പുഴയിലെ വീടിന് നേരെ കല്ലേറുണ്ടായത്. പോലീസ് നോക്കി നിൽക്കെയാണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ ആക്രമിച്ചതെന്ന് അർജുൻ ദാസിന്റെയും കുടുംബത്തിന്റെയും പരാതി. വീട് നിർമ്മാണത്തിനായി സ്വന്തം ഭൂമിയിൽ നിന്ന് മണ്ണുമാറ്റാനുള്ള ഉത്തരവ് അർജുൻ ദാസ് തരപ്പെടുത്തിയിരുന്നു. ഇതിന്റെ മറവിൽ പാറ ഖനനമാണ് നടക്കുന്നതെന്ന് പരാതി ഉയർന്നു. ഇക്കാര്യം പറഞ്ഞ് ചില CPIM പ്രവർത്തകർ സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിനായി 2 ലക്ഷം രൂപ സംഭാവന ചോദിച്ചെന്നും അരുൺദാസിന്റെ ഭാര്യ സലിഷ. ഞാൻ ഈ പരാതിയായിട്ട് ജില്ലാ സെക്രട്ടറി ഉദയഭാനു സഖാവിൻ്റെ അടുത്ത് ഞാൻ 2 വട്ടം ചെന്നു. സഖാവ് ആ നിമിഷം തന്നെ ഇയാളെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മുന്നിൽ വെച്ച് തന്നെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. വീണ്ടും സഖാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സഖാവ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട, ഈ ആൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ദേഷ്യത്തിനാണെന്നറിയത്തില്ല ഇത്രയും ഇപ്പോൾ ഇവിടെ വിഷയങ്ങളുണ്ടാക്കി. അതായത് ഞങ്ങൾ മരണതുല്യമായ ഒരു അവസ്ഥയിൽ, അതായത് മരണത്തെ മുഖാമുഖം കണ്ടാണ് ഞങ്ങൾ 4 പേര്. ഇന്നലെ ഞങ്ങൾ 4 പേര്, മിനിങ്ങാന്ന് ഞങ്ങൾ 2 പേരും കുഞ്ഞുങ്ങളും. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്ന് അത്രയ്ക്ക് അസഭ്യമാണ് പറഞ്ഞത്. പാറഖനനം തടയണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി ലഭിച്ചു. അതിന്റെ പേരിൽ അർജുൻ ദാസും കുടുംബവും കുട്ടികളെ അടക്കം ആക്രമിക്കുകയാണെന്നാണ് പാർട്ടി പ്രവർത്തകർ കൂടിയായ നാട്ടുകാരുടെ ആരോപണം. ഒടുവിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നുവെന്നും നാട്ടുകാർ. ഈ അർജുൻ ദാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പാറ പൊട്ടിക്കുകയും മണ്ണെടുക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളെ തുടങ്ങിയ പ്രശ്നമായത്. ഞങ്ങളാരും ഇതിനകത്ത് യാതൊരു ഇടപെട്ടിട്ടുമില്ല. തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വീഡിയോ എടുക്കുന്നു, പരാതി കൊടുക്കുന്നു. അവിടെ വന്ന് ഈ മണ്ണെടുക്കുന്നതിനെയും പാറ പൊട്ടിക്കുന്നതിനെയും എല്ലാം അധികൃതർ വന്ന് തടഞ്ഞു. അപ്പോൾ ഈ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം വീഡിയോ എടുത്തും ഒക്കെ അയച്ചു കൊടുത്താൽ ഇവർ വന്ന് ഞങ്ങൾ ഇതിനകത്തൊന്നും ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ ജില്ലാ സെക്രട്ടറി അന്വേഷണം തുടങ്ങി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുഭാഗത്തു നിന്നുമായി ലഭിച്ച 4 പരാതികളിൽ കേസെടുത്ത് മലയാലപ്പുഴ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 പത്തനംതിട്ട. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് CPO ഉദ്യോഗാർത്ഥികൾ. നിയമനം നടത്തുകയോ റാങ്ക് ലിസ്റ്റ് കാലാവധി 1 വർഷത്തേക്ക് നീട്ടുകയോ ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ നിലപാട്. ഇന്നലെ DGP വിളിച്ച ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിച്ചു. വിഷയം സർക്കാരുമായി ചർച്ച ചെയ്യാമെന്ന് DGP ഉറപ്പു നൽകിയെന്ന് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. അതേസമയം ഇന്നലെ റോഡ് തടഞ്ഞ് സമരം ചെയ്തതിന് 500 പേർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. അനധികൃതമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സമരത്തിനിടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചതിന് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഇവരെ വിട്ടയച്ചു.
MG സർവകലാശാല കലോത്സവം ഇന്ന് സമാപിക്കും. 7ാം ദിവസം കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പോയിന്റ് പട്ടികയിൽ തൃപ്പൂണിത്തുറ RLV കോളേജാണ് മുന്നിൽ. ഇന്ന് 3 ഇനങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുക. സമാപന സമ്മേളനം വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മന്ത്രി VN വാസവൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന J. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ട ശേഷം ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. എല്ലായിടത്തും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തു നിന്നും കേൾക്കുന്നതുമാണ്. നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ച്യൂതികളും ശോഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈ മനോഭാവം, ഈ ഒരു അന്തരീക്ഷം ഒന്ന് മുളയ്ക്കാൻ പോലും, അതിനുള്ള വിത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു തിരിച്ചടി ശക്തമായിരിക്കും. അതിന് ഒരു രാഷ്ട്രീയത്തിന്റെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല. സമൂഹത്തിന്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഫെർമെന്റിംഗ് പ്രോസസ്സിലാണ്. ആ ഒരു ഫെർമെന്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിന്റെ കൂടെ ഒരു പൗരനെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും നിൽക്കും. ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല CPMന്റെ ലോക്കൽ ആൾക്കാർ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ട് ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് കരുതുന്നു. നമ്മളിങ്ങനെയുള്ള ഇപ്പൊ വന്ദന കേസിലായാലും വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ് ആരാണ് ഈ കൃത്യം ചെയ്തത്. സുരേഷ് ഗോപി ഈ 51 വെട്ടിന്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇത് ആരാ ചെയ്തതാണ്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ട ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ആ കുടുംബത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകും. സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് സുരേഷ് ഗോപി.